2024 നിങ്ങൾ കേട്ട ബെസ്റ്റ് കോമഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വീഡിയോയിൽ പറയുന്ന കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ റീസെന്റ് ഡേയ്സിൽ ഒരു പോസ്റ്റ് ബംഗ്ലാദേശിന്റെ ഒഫീഷ്യൽ ആർമി പേജാന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് റൺ ആവുന്നുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തിലും അധികം ഫോളോവേഴ്സും ഇതുണ്ട്. അപ്പോൾ ഏകദേശം ക്രെഡിബിൾ സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജിൽ ഒരു പോസ്റ്റ് വരികയാണ്. അതായത് മിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് കൂടിയാണ് ആ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പോസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് ഇത്രമാത്രം വെപ്പൺസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ഇനി നമ്മൾ ഇന്ത്യനെ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് കോർണറും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, മിസോറാം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്, വി ആർ കമ്മിങ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് വന്നപ്പോൾ തന്നെ ആദ്യ കുറച്ച് മണിക്കൂറിൽ തന്നെ ഇന്ത്യൻസ് എല്ലാം കയറി അതിൽ ഫുള്ളായിട്ടും അതായത് കമന്റ് എല്ലാം രേഖപ്പെടുത്തിയപ്പോൾ പോസ്റ്റിന്റെ കമന്റ് ലിമിറ്റഡ് ആക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് എടുത്തു കളയുകയും മിലിറ്ററി ഭരണം കൊണ്ടുവന്നെല്ലാം എല്ലാവരും അറിഞ്ഞതായിരിക്കും. അപ്പോൾ ഇതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യയിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉള്ളത്. അപ്പോൾ തന്നെ അവിടെയുള്ള പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അവിടെയുള്ള ഗവൺമെന്റ് എല്ലാം പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യനോട് ആവശ്യപ്പെട്ടിരുന്നു ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് ബംഗ്ലാദേശിലോട്ട് അയക്കണമെന്ന്. പക്ഷെ ഇത് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. അതുമാത്രമല്ല ആ ഒരു വട്ടം അതായത് മിലിറ്ററി കുപ്പ് സംഭവിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സമയത്തെ അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെ അതായത് അവിടെയുള്ള മൈനോറിറ്റി ആയ ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകളും അതുപോലെ തന്നെ ഹിന്ദു ടീച്ചേഴ്സിനെല്ലാം തന്നെ ഫോഴ്സ്ഫുള്ളായി റിസൈൻ ചെയ്യുന്ന ഒരു പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഇന്ത്യൻസ് എല്ലാം തന്നെ ഇതിനെ പ്രതികരിക്കാൻ തുടങ്ങി. അതായത് ഹിന്ദുക്കൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞ് ഇത് വേൾഡ് ലെവലിൽ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ഹിന്ദു ഓഡിയൻസ് മാത്രമല്ല ചർച്ച ചെയ്തത്, അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞു ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണമെന്ന്. അപ്പോൾ ഇതിനെ തുടർന്ന് പലരും പറഞ്ഞു ഇങ്ങനെ അറ്റാക്കുകളൊന്നും നടക്കുന്നില്ല എന്ന്. ലാസ്റ്റ് ഫൈനലി വീഡിയോ ഫുട്ടേജ് എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് പദവിയേറ്റ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന അവരുടെ പുതിയ ഇന്ത്യൻ ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ഇത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇനി ഇത് അറ്റാക്കുകളൊന്നും നടക്കാതെ നോക്കിക്കോളാം, അതുപോലെ തന്നെ ഇതുവരെ അറ്റാക്ക് ചെയ്തതെല്ലാം തന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എല്ലാം കൊടുത്തു. അപ്പോൾ അതിനെ തുടർന്ന് അതായത് ഇന്ത്യ അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് വേൾഡ് ലെവലിൽ തന്നെ അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി അത് എല്ലായിടത്തും പറയുകയും ചെയ്തു. അപ്പോൾ ഇത് വേൾഡ് ലെവലിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറി. അതുപോലെ തന്നെ ബംഗ്ലാദേശിന് ഒരു നെഗറ്റീവ് മാർക്കിംഗ് തന്നെ വന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രശ്നം അവർക്ക് തുടങ്ങി. രണ്ടാമത്തെ പ്രശ്നം അവരുടെ എല്ലാം ഇപ്പോൾ വെയിൻ ശത്രുതയായി കരുതപ്പെടുന്ന അതായത് ഷെയ്ഖ് ഹസീനയെ തിരിച്ച് റിട്ടേൺ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇന്ത്യ റെഡി അല്ലായിരുന്നു. അതായത് പണ്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു കൺട്രി ഫോം ആവാൻ പ്രധാന കാരണം ഇതേ ഷെയ്ഖ് ഹസീനയുടെ അച്ഛനായ മുജീബ് റഹ്മാനായിരുന്നു. അപ്പോൾ അവരുടെ ഫാദർ ഓഫ് നാഷനായി കരുതപ്പെടുന്ന മുജീബ് റഹ്മാന്റെ സ്റ്റാച്യു ഡിസ്ട്രോയ് ചെയ്യും, അതിൽ മൂത്രയിക്കുന്ന വീഡിയോ എല്ലാം തന്നെ പബ്ലിക്കായി പുറത്തു വന്നപ്പോൾ അതും പലരും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഷെയ്ഖ് ഹസീനയാണ് അവർക്കിപ്പോൾ അതായത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കോടതി ഒരു റൂള് ചെയ്തത്. അപ്പോൾ ഇതും ഇന്ത്യ എതിർത്തു, അതായത് ഇന്ത്യ ഇതിനും സപ്പോർട്ട് ചെയ്തില്ല. മൂന്നാമത്തെ പ്രശ്നം അവർ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ ഒരു ഫ്ലഡ് വന്നു, അതായത് മഴ വന്നു, ഫ്ലഡ് വന്നു. അതിന് ഇന്ത്യൻ എന്താ കുറ്റം പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ മനഃപൂർവ്വം ഇന്ത്യയിലുള്ള ഡാമുകളെല്ലാം തുറന്നു വിട്ടിട്ടാണ് അവിടെ ഫ്ലഡ് വന്നേ എന്ന് പറഞ്ഞ് ഒരു വിമർശനം വെച്ചു. പക്ഷേ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് എല്ലാം പറഞ്ഞു അതായത് ഇങ്ങനെ ഒരു ഫ്ലഡ് വന്നതിന് കാരണം ഇന്ത്യയുമായിട്ട് ബന്ധമില്ല, അതുപോലെ തന്നെ ഇത് ഒരു ബന്ധവും അതായത് ഇന്ത്യ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഡാമൊന്നും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രൂഫ് എല്ലാം തന്നെ കൊടുത്തു. അപ്പോൾ ഇതിലും അതായത് വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ ഒന്നും തന്നെ പരത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതിലും അവർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളും മുന്നിൽ വെച്ചിട്ടാണ് പുതിയതായി വന്ന ഗവൺമെന്റ് ചൈനയ്ക്ക് ഒന്ന് അനുകൂലമായിട്ടും പാകിസ്ഥാന് അനുകൂലമായിട്ടാണ്, അതായത് പണ്ട് പാകിസ്ഥാനെ എതിർത്ത അതേ ബംഗ്ലാദേശാണ് ഇന്ന് പാകിസ്ഥാനെ അനുകൂലമായിട്ട് അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് അവർ കുറച്ച് വെപ്പൺസ് എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്തു, അതായത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പല രാജ്യത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ പാകിസ്ഥാനിൽ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ വെപ്പൺസ് എല്ലാം തന്നെ ബംഗ്ലാദേശിൽ വരികയും ബംഗ്ലാദേശ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയൊരു വെപ്പൺസ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിലുള്ള മാക്സിമം പോസ്റ്റുകൾ ഞാൻ വായിച്ചു നോക്കി, എല്ലാം ഇന്ത്യക്കെതിരാണ്. അതായത് പാകിസ്ഥാനാണ് ഇപ്പോൾ അവരുടെ പുതിയ ഫ്രണ്ട് എന്ന് പറഞ്ഞാലാണ് അതായത് പുതിയ കുറെ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് എതിരായിട്ടുള്ള പോസ്റ്റുകളാണ്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റ് ആണ്, അതായത് ഏകദേശം 2.5 ലക്ഷത്തിലും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് വന്ന് നോക്കണം. അതായത് ഇറ്റ്സ് ടൈം ടു മിഷൻ, ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഈ ഒരു മിഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്. അതുപോലെ തന്നെ പല മാപ്പുകളിലും പറയുന്നത് അതായത് ഇന്ത്യന്റെ പല സ്ഥലങ്ങളും അവരുമായിട്ട് കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് എല്ലാം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഫാൻസ് എല്ലാം തന്നെ ട്രോൾ ചെയ്യാൻ തുടങ്ങി. അതായത് ഞങ്ങളും ഇതിന് തന്നെയാണ് വെയിറ്റിംഗ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യണം, ഞങ്ങളും അതിന് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ബ്രഹ്മോസ് മിസൈൽ ഉണ്ട്, അതുപോലെ തന്നെ
അവർ പറയുന്നത് അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അവരെ രക്ഷിക്കാൻ വരും, അതുപോലെ തന്നെ ചൈന രക്ഷിക്കാൻ വരും ഒക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ വന്നു കഴിഞ്ഞാലും അതായത് രക്ഷിക്കാനുള്ള ടൈം കൊടുത്താലേ ഉള്ളൂ. അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഭവം ഒരു ചെറിയൊരു രാജ്യമാണ്. ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് 2-3 ബ്രഹ്മോസ് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം കാണാതാവും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യമാണ് അതായത് ഇപ്പോൾ ഈ വ്യാമോഹമായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ അതിന് സെപ്പറേറ്റ് വീഡിയോ അയച്ചു തരുന്ന സെപ്പറേറ്റ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. സി യു നെക്സ്റ്റ് വീഡിയോ.